രാവിലെ എണീച്ചിട്ടാ പാല് കുടിക്കാൻ വേണ്ടി കളഞ്ഞു. അമ്മ കുറച്ച് തിരക്കാൻ ഇപ്പൊ വരും. രാവിലത്തെ കുറച്ച് തിരക്കാന്ന് വാ അവന് മുത്ത് വാടാ അവന് മുത്ത് വാടാ കുറച്ച് പാപ്പ രാവിലെ വിഷ വന്നപാട് കറച്ചല്ലേ കുറച്ച് പാല് കുടിക്കും. എന്റെ അന്വേഷിക്കുക കഴിഞ്ഞ് അത്രേ ഉള്ളൂ പണി അല്ലേ അല്ലേ അല്ലേടാ. അടി വെച്ചിട്ട് ഒരു ഇതാണ് വാവര് കിട്ടിലേക്ക് അടി എടുത്തിട്ട് പടിയിലേക്ക് ഇടും. അത് നമുക്ക് അങ്ങനെയൊന്നുമില്ല, പാവേനെ വേണമെന്നേ ഉള്ളൂ. അതിപ്പോ പാല് കുടിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തിട്ടല്ലേ. അപ്പൊ ആ സമയം ഈ ബ്രേക്ക് ഇടക്കിരിക്കുന്നു. ഇത് ഓൾഡ്, അത് ന്യൂ. പക്ഷെ ഇതേ നമുക്ക് എന്നേരെ ഉള്ളത്. അപ്പൊ ഇനി എന്തായാലും വിടാൻ കഴിയില്ല. അതിനെടുക്കാം, പാല് കുടിക്കട്ടെ. അതുവരെ തന്നെ നമ്മളെ ബാവ കാള് പാല് കളല്ല. ഓ പാലിയാണ് എനിക്ക് നാടൻ പാലേ ഉള്ളൂ പശുവിന്റെ. പോയി കുടിച്ചോ. ഇതില്ല, ചെറുതിന് മാത്രം. വേമ്പോ മുതുക്കുവാവോ ഇനി ബെൽദിന് തരുന്നില്ല. ഇത് ചെറുതാണ്. ഇപ്പൊ പാല് കുടിച്ച് കഴിഞ്ഞു. നമ്മള് ഇനി കുറച്ച് സമയം നമ്മൾ കളിക്കട്ടെ. കളിക്കാൻ അന്വേഷിച്ച് കിടത്താം. അന്വേഷിച്ച് കിടത്താലും കിടക്കും. അങ്ങനെയാണ് നമ്മള്. എന്റെ ചീര് കണ്ണില് ചീരുണ്ട്, തുടക്കണം. തുടക്കാം. ബാബു പോയിട്ട് എടുത്തിട്ട് വാ. അടക്കടത്തെ എന്നടെ കണ്ണേ പാപ്പ പൂച്ച എത്ര കുച്ചിന്? കൊറേ കുച്ചിനാ? അമ്മ തന്നില്ല എന്നാ എനിക്കറിയാം. കാണൂല. കൈക്കുട്ടിയാക്കി മാറ്റുവേ. ഇവളെ എടുത്തെടുത്ത് ഇവള് വന്നാലേ പിന്നെ കൈമേന് താഴെ വെക്കൂലേ. രാത്രി അനിക്കായി പണി കിട്ടുന്നത്. ഇവന് ഇങ്ങനെ ചൂട് പറ്റിയിട്ട് എടുത്ത് നടക്കണം. അതുകൊണ്ട് ഇവളോട് പറയല്ലേ എടുത്ത് നടക്കുകയോ വേണ്ട. ഓന് കളിക്കുന്നെങ്കിൽ കളിക്കുക, കാളുന്ന സമയത്ത് എടുക്കും. പരീക്ഷ കഴിഞ്ഞപാട് വളരെ രാത്രിക്ക് ഇവിടെ ഷിഫ്റ്റ് ആക്കുന്നുണ്ട്. നോക്കാൻ അല്ല, അന്ന് ഞാൻ ഇവിടെ ഞാൻ പരിപാടിക്ക് പോയി വന്നിട്ട് കുറച്ച് ക്ഷീണുണ്ട്. അത് തീർത്തത്. ഇനിയിപ്പോ 2 പരീക്ഷയും കൂടെ ഉള്ളൂ, 4 ദിവസം. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കും, സ്ഥിരവാസമായിരിക്കും. പിന്നെ നമ്മളെ കൈമിലാണേ, ആ നെച്ചിന്റെ കൈമിലാണേ. അമ്മ പാപ്പൊക്കെ മാത്രം മതി. ഇവന് പെറ്റ് 10 ദിവസം ആകുമ്പോൾ ഇവന്റെ കണ്ണിൽ ഇങ്ങനെ ഒരു അടഞ്ഞ് ഇതാകുന്ന പോലെയാണ്. രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരു കണ്ണിലേ ഉള്ളൂ, അടുത്ത കണ്ണില്. അപ്പോൾ ഇത് ഡോക്ടറോട് കാണിച്ചു തരാൻ പറഞ്ഞു. ചില കുട്ടികൾക്ക് ഒരു 6 മാസം വരെ ഇതുപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ചില കുട്ടികൾക്ക് 6 മാസം വരെ ഇടക്കിടക്കായിട്ട് വരും, വന്നും പോയി ഇരിക്കും. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പഴുപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. സാധാരണ നമുക്ക് കണ്ണിന്ന് മൂക്കിനകത്തേക്ക് ഒരു ചെറിയൊരു ട്യൂബുണ്ട്. അപ്പോൾ ആ ട്യൂബിനകത്തുണ്ടാകുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കിടന്നിട്ട് ചെറിയ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയും, അതിനകത്ത് തന്നെയുള്ള ഒരു പാടയുണ്ട്. അത് വെച്ചിട്ട് ബ്ലോക്ക് ആകുമ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണിൽ വരിക. 6 മാസം വരെ ഉണ്ടാവും. അത് കഴിയുമ്പോഴേക്ക് യൂഷ്വലി സെറ്റിലാവും. എന്നിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കും. എന്നിട്ട് പ്രോബ് ചെയ്യാന്ന് പറയും. അവിടുന്ന് ആ ഒരു ദ്വാരം ക്ലിയർ ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് അന്നേരം വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. മിക്കവാറും കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. ഇവിടെ ഇങ്ങനെ മസാജ് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ. അപ്പം ഞാൻ അടുക്കളയിൽ പോയിട്ട് അഫാടെ എടുത്ത് നടക്കാനല്ലേ. അല്ല വേഗം വിട്ടു. ഞാൻ എന്നാ പോവാതെ ആലോചിക്കില്ല. ഒരു പരീക്ഷ കഴിഞ്ഞിട്ടില്ലോ ഇംഗ്ലീഷ്. ഇനി ബാക്കി അതെ, 3 പരീക്ഷ കൂടിയുണ്ട്. അത് കഴിഞ്ഞാല് ഹിന്ദിന്റെ പരീക്ഷാ പേപ്പറിലും അങ്ങോട്ടും പൊള്ളുന്നു. മിന്നലേ ഇങ്ങനെ ഒരു പോക്കാ. ഞാൻ മിന്നലാക്കുന്നത് 2 പരീക്ഷ 26 കഴിയും. യുദ്ധമേ ഞാനും ഭാവി ഒരു ടീം, നിങ്ങൾ കുടകിൽ പോകണം, ഇടയ്ക്ക് പോകണം. പിന്നെ നമ്മൾ പ്രയാണം ഡോറയുടെ പ്രയാണം. ബാബ വന്ന പിന്നെ എൻ്റെ എല്ലാ ടൈം ടേബിൾ തെറ്റിയിട്ടാണ്. രാവിലെ വേഗം എണീച്ച് ചായം കഴിക്കാൻ ഒന്ന് പോകാൻ കഴിയില്ല. ചില ദിവസം ഓന് രാവിലെ എണീച്ച് കളിക്കുന്നല്ല തിരക്കായിരിക്കും. ഓനെ നോക്കുക, ചിലപ്പോൾ അമ്മേൻ്റെ അടുത്ത് ആക്കുമോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമോ. അപ്പോൾ ചെറുങ്ങനെ തണുപ്പും പിടിച്ചിന് ഇവന്. അപ്പോൾ അതിൻ്റെത് ഒരു ചെറിയ ഇതുണ്ട്. ഇവൻ വേഗത്തെ മുന്നേ ഋത്തിക്ക് അതുപോലെ ഉണ്ടാവുമ്പോൾ അതേപോലെ തന്നെ. അപ്പോൾ ഇവൻ കുറച്ച് വലുതായി. ഇപ്പോൾ ഇവൻ ആദ്യം അതേപോലെ 1 മുതൽ
ഋത്തിക്ക് വരുന്നതിന് മുന്നേ സമയമല്ലോ. അതെ പക്ഷേങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അന്നേരം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും. വെച്ചാൽ ഇല്ലെങ്കിൽ പണി എടുത്തോണ്ടിരിക്കും നമ്മൾ. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഇവരുടെ കൂടെ വന്ന് ഇരിക്കുമല്ലോ കുറച്ച് സമയം. എന്തായാലും എടുക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഋത്തിക്ക് വരുന്നതിന് മുന്നേ ഞാനും മാമന്റെ ടൈം ടേബിളിൽ തെറ്റിച്ചോണ്ടുണ്ടായിരുന്നു. അതെ, അനുവദിക്കുന്നില്ല. നമ്മളെല്ലാരും അനുവദിച്ച് ചുറ്റും. അതെ, നമ്മളെ വീട്ടില് അങ്ങനെ പറ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിന് ഇങ്ങനെല്ലാം കുറച്ച് സമയം ഇരുത്തണോ, പിന്നെ കമത്തി കിടത്തുക, അങ്ങനെല്ലാം ചെയ്യണമെന്ന്. ഡോക്ടർ ഇരുത്താൻ മാത്രല്ല പറഞ്ഞിനെ, എന്തെല്ലോ ഇവനെ കൊണ്ട് കളിക്കാനുണ്ട്. ചില കുട്ടികള് വേഗം കമിയും, 3 മാസം എത്തുന്നതിലടക്കന്നായിട്ട് കമിയും. ഇവരിപ്പോ പെറ്റേന്റെ വിറ്റതേ ശരിയുന്നുണ്ട്. അത് തടിയില്ലാതെ കുട്ടികൾ അങ്ങനെയല്ല ചെയ്യാൻ കഴിയും. 10 മാസമാകുമ്പോഴത്തേക്ക് 10 അടി വെക്കുന്നതാണ് നടന്നിട്ട്. അങ്ങനെ 4 മാസമാകുമ്പോഴേക്ക് നായും പിടിച്ചിരിക്കുന്നതാണ് പണ്ടില്ല അവര് പറയാ. നായി എന്ന് വെച്ചാൽ ഈ നായിനല്ലേ നമ്മൾ അരി അളക്കുന്ന കാസേറ്, അങ്ങനെ പണ്ട് നായി എന്നാ പറയാ. നായേരി സേറ് അങ്ങനെ നായും പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ 4-ാം മാസം നായും പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നായി എടങ്ങായി കാസേറ് അതിനിങ്ങനെ നായി എന്നെല്ലാം പറയും. അങ്ങനെ പിന്നെ 10 മാസമാകുമ്പോൾ അങ്ങനെ എന്തെല്ലോ ശാസ്ത്രങ്ങളെല്ലാം ഉണ്ട് കുട്ടീനെ പറ്റിയിട്ട്. പണ്ട് എൻ്റെ അച്ഛമ്മയെല്ലാം പറയുന്നത് കേട്ടതാന്ന് ഞാൻ. മുട്ടുകുത്തിയിട്ട് പായുമ്പോൾ അത് കമ്മിയാൽ വേഗം മുട്ടുകുത്തി പായും കുട്ടികൾ. അത് തടിയില്ലാതെ കുട്ടികൾ, തടിയുള്ള കുട്ടികൾക്ക് കുറച്ച് പണിയാണ്. പോരാത്തത് ഇപ്പോഴത്തെ സിമെൻറ്റ് ഈ ടൈലിട്ടെടുക്കുന്ന കുട്ടിയൊക്കെ പായാനൊന്നും ആവില്ല. അതിന് നല്ല പായി ഇട്ട് കൊടുക്കണം, മറ്റേ വലിയ പായി മുട്ടുകുത്തിയിട്ട് പായാൻ വേണ്ടിയിട്ട് പിച്ചയായിന്ന്. അപ്പൊ ഓന് ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ, എന്നാലും ഇത് ലേശം കുടിക്കുമായിരിക്കും. അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇതാ ഞാൻ ആക്കി വെച്ച്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ വെച്ച അപ്പച്ചി എന്നും പറയുക, ഉണങ്ങലരി വെച്ചിട്ട് എന്നും പറയുക, ഉണങ്ങച്ചോറ് എന്നും പറയുക, എല്ലാം പറയുക ഇതിന്. അപ്പോൾ അതിന് കുറേ നല്ലോണം വെള്ളമാക്കിയിട്ടാണ് വേണമെങ്കിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പതച്ച വെള്ളം കൊണ്ട് ചേർക്കാം. അത് നന്ന വെള്ളമാക്കിയിട്ടില്ല, ഞാൻ അങ്ങനെ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ എണീച്ചറാർക്ക് തോന്നി ഇതാണ് വേഗം എളുപ്പത്തിലാവുകയെന്ന്. അരി പൊങ്ങിച്ചത് അരി പൊങ്ങിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ളപ്പറ്റില്ലാണ്ട് അത് ഉപ്മാവ് പോലെ ആകുന്നതാണ് പൊങ്ങിച്ചത് എന്ന് പറയുന്നത്. ഇത് തേങ്ങാപ്പാലും ചേർത്തിട്ട് വെള്ളം പോലെ കോരിപ്പൊടിക്കാൻ. അങ്ങനെ ബാവ കളിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങുമ്പോഴത്തേക്ക് ആളെല്ലാം 4 പറ പോയിന്. അനുട്ടി പോയി, ഋത്തിക്കും പോയി, അമ്മ അടുക്കളയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇവൻ്റെ കുറച്ച് കുട്ടി തുണികളെല്ലാം ഉണ്ട്, അതൊന്ന് ഒലുമ്പാൻ നോക്കല. ഇവൻ ഉറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ കഴിയും. അമ്മ ഒറ്റക്കായത് കൊണ്ട് എനിക്ക് എന്തോ ഒരു പോലെയാണ് അമ്മ അടുന്ന് പണിയെടുക്കുമ്പോൾ. അപ്പോൾ എന്നാലും കുറച്ചെല്ലാം ഞാൻ പോയിട്ട് ഇതാക്കലുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ അടുക്കള കയറിക്കോളും. അപ്പോൾ പിന്നെ ഇവനെ അമ്മ കേൾപ്പിക്കും മൊത്തത്തിൽ. അതാ പോന്ന 3 കുട്ടികളുണ്ട്. മുകളിൽ വില വില താഴെ ഇറങ്ങി വരാൻ നോക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊക്കെ പറഞ്ഞേക്കും. എൻ്റെ അല്ലേ തണുപ്പ് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇതാ കുട്ടിത്തോടെ ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അന്നേ അലക്കിയാൽ നമുക്ക് അത്രപ്പുറ പണി കുറയും. ഇത് നമ്മൾ ഇന്ന് കുറച്ചേലേ ഉള്ളൂ. നാളെ അലക്കാൻ പറഞ്ഞൊരു കൂട്ടി വെച്ചാൽ നാളേക്ക് വലിയ പണിയാവും. അതുകൊണ്ടാണ് കുറച്ചിട്ടാണെങ്കിൽ അതന്നെ അലക്കി തീർക്കുക. ഇവൻ്റെതൊന്നും ഞാൻ മെഷീനിലിടൂല, എല്ലാം കയ്യിൽ തന്നെ അലക്കുക. അത്രയല്ല ഇപ്പോൾ കുട്ടി തുണി മൂത്രത്തുണിയെല്ലാം ഉള്ളൂ. ഇനി കുറച്ചും കൂടി വലുതായാലാന്ന് നിലത്തെല്ലാം പായാൻ തുടങ്ങുമ്പോൾ മറ്റേ വലിയ തുണിയെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പ്രസവരക്ഷ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അശ്വമേധ മന്ത്രം. ഇത് എടുക്കോ നോക്കോ ചെയ്തിട്ട് ഓരോടിച്ച് വയലിടുന്നുണ്ട്. അതൊക്കെങ്കില് ഓക്ക് പേടി തടി വരുന്നു പറഞ്ഞിട്ടാണ് ഇതിപ്പോ പാട് കഴിക്കാതോള്. തടി കുറച്ച് വേണം, തടി അധികമായിപ്പോ കുറച്ച് തടിയെല്ലാം വേണം. ആണോ, പക്ഷെ അത് ഓവറായി പോവാച്ചിട്ടാണ് ഇഷ്ടാ നോക്ക്. അപ്പൊ ഇത് നല്ലതാ, അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടിട്ട് നല്ല രസം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പെല്ലാം. രാഗിണിച്ചെല്ലാം നമ്മൾ മഴയാൻ മെയ് ജൂൺ ആകുമ്പോഴൊക്കെ ഓളാക്കാൻ തുടങ്ങും. കവിക്കാക്കണ്ടേ നമുക്ക്? വേണോ? ഓളിന്നാളെ ചോദിച്ചിന്. അമ്മ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു മോളെ മഴ പെയ്യിട്ട് ഇപ്പം ഭയങ്കര ചൂടല്ലേന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടാവുള്ളേ. അപ്പൊ ഇത് ഇടുന്ന് മറ്റേ പരിഹാരം ഭാഗത്തുനിന്നാണ്. ഇതിൻ്റെ നമ്പർ ഉണ്ട്, ഞാൻ നമ്പർ ഇവിടെ കൊടുക്കട്ടെ. ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോ. അപ്പോൾ ഇവരുടെ അഡ്രസ്സ് ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് കോൺടാക്ട് ചെയ്തോട്ടാ.
അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഏച്ചിയിലാക്കി വിടുന്നത് മഴ തുടങ്ങിയാൽ അന്നേരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്പറിൽ കൊടുത്തിരുന്നു അരലോ മേണിക്കുകയും ചെയ്തിന് അങ്ങേ ഭാഗത്ത് അങ്ങനെ കിട്ടൂലെന്ന് തോന്നുന്നു. ഇല്ല നമ്മളങ്ങ് കർണാടകത്തില് ഇല്ല പ്രസവരക്ഷ മരുന്നില്ല ലേഗി അങ്ങനത്തെ ചെറിയ ബോട്ടിൽ അങ്ങനത്തെ കിട്ടും പക്ഷെങ്കിൽ ഇങ്ങനത്തെ കിട്ടൂല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് തിന്നുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ തടി വരുന്നെന്ന് പറഞ്ഞു കേട്ടുമ്പോ ഇത് അങ്ങനെ ഭയങ്കര മണമില്ല കേട്ടാ. വെളുത്തുള്ളി ആയാലും ഓക്കെ അങ്ങനെ ഒന്നും പറ്റാണ്ടില്ല. അതെല്ലാം നല്ല ടേസ്റ്റിലോള് കഴിക്കും. അത് എനക്കൊരു ഇതുമായി ആക്കി കഴിക്കുമെങ്കിൽ ആക്കി കൊടുക്കാൻ ഒരു ഉത്സാഹമാണ്. ഇതിപ്പോ ഞാൻ ഉലുവ ഇപ്പം വെച്ചു കൊടുക്കാം ഓക്ക് കുടിക്കാതുണ്ട്. പക്ഷെ അങ്ങനെ പിന്നെ അന്ത്യോളം കുടിക്കാറ് കുറച്ച് ദിവസം കൂടുമ്പോ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാടാ. വിജുവേട്ടൻ വേണം. വിജുവേട്ടന് ഇത് ബസ്സിൽ പോകുമ്പോ എല്ലാം കൊണ്ടുപോകാൻ മടിക്കോ വെച്ചാല് മണക്കുന്നായിട്ട്. അതെ ചെറുങ്ങനെ ഒരു മണം ഉണ്ടാവും. അതൊന്നും സാരമില്ല. ഇതങ്ങനെ മണമില്ല കേട്ടാ. ഇതങ്ങനെ മണമില്ല. നല്ലൊരു നല്ല പദമായിട്ട് നല്ല പദവുണ്ട്. ലേഖ്യം പോലെ തന്നെ. അരക്കിപ്പം ഇത് വെറിയുണ്ട് മുന്തുന്ന്. പക്ഷെ തിന്നാല് അമ്മ ഞാൻ തീർത്തിന് അതാ ചേട്ടാ വീട്ടില് ഇതായിട്ട് മേടിച്ചിട്ട് തിന്നാതെ. പ്രസവ രക്ഷ മറന്നു. അതെ സാധനം തീർന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അങ്ങനെ നീ ഒന്നും തിന്നാൻ പാടില്ല. ഇങ്ങോട്ടെ ശരിയാ തടി വെക്കുന്ന വേണ്ട. നീ തടി വെക്കുവാ വേണ്ടേ? ഒരു പടി തടി വേണം മോളെ. ലീനയിലുമേനെ കാണുന്നില്ല, മേമേനെ കാണുന്നില്ല. തടിയുള്ളവര് വെക്കാൻ വേണ്ടി കളിക്കുന്നത് ഉള്ളവര് കുറയ്ക്കാൻ വേണ്ടി കളിക്കുന്നത്. ഓളിപ്പോ ഞാൻ ഒരു പടി തടി വെക്കാൻ തടി അധികം വേണ്ട, ഇല്ലാണ്ട് വെക്കാൻ പാടില്ല, മീഡിയം. തടി ആരോഗ്യത്തിനാരെ പറയുന്നേട്ടാ. അതെ ഉണ്ടോ ഞാനാണ് ഈ പണിയെല്ലാം എടുക്കുന്നത്. എല്ലാവരും വിചാരിക്കും കവിനെ ഇത് എടുക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ വീട്ടിലേക്കുമ്പോൾ നമ്മൾ ഓളെ ഇങ്ങനെ സഹായിച്ചു കൊടുക്കും. അതാണ് എൻ്റെ ഒരു ഇത്. അല്ലേ കണ്ടാ അവള് ഇത് ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് ഭയങ്കര റൊമാൻസ് ആയിട്ട് അവൾ നോക്കുന്നുണ്ടോ. ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലയോ എന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാമായിരുന്നു. ഒരു സന്തോഷം. യാഥാർത്ഥ്യമാണ്. പറിച്ചു നട്ടാലും പറങ്കി മാങ്ങ പോലെ മുളച്ചു പൊങ്ങുന്ന അപൂർവ സാഗര സംഗമം. കണ്ണുകളിൽ ഞാൻ തീ കാണുന്നു. തീ തന്നെ അത്. ഇന്നലെ നമ്മള് ഇത് ഒരു വീഡിയോ എടുത്തിന് റൊമാൻസിന്റെ ഷോർട്സ്. അത് നാളെ ഇട്ടാ നമുക്ക്. അപ്പോൾ ശരിക്കും നമ്മളില്ലേ കുട്ടികളായതിനു ശേഷം നമ്മൾ ഏടി പുറത്തല്ലേ കുട്ടി ഇങ്ങനെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പുറത്തെല്ലാം സ്കൂളിൽ പൂട്ടുമ്പോൾ നമ്മൾ 2 മാസം കഴിയാണ്ട് നമുക്കൊന്ന് പിന്നെ പേരിടൽ ചടങ്ങ് പരിപാടി അങ്ങനെ എന്തെല്ലോ പരിപാടി എഴുതുന്നുണ്ട് ഇനിയിപ്പം അല്ലേ. എന്തെല്ലോ ഇനി അങ്ങോട്ട് തിരക്ക് ഇങ്ങനെ വരും. എന്തെല്ലോ ആയിട്ട് സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കൊടകിലേക്ക് അങ്ങനെയെല്ലാം കുറേ ട്രിപ്പുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ശരിക്കും വീട്ടിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ കുഞ്ഞു ഇങ്ങനത്തെ വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. യശോദേശിൻ്റെ എടുക്കണം, ഷോർട്ട് ഫിലിം എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടീനെ ടൈമുമായിട്ട് കവിക്ക് വെക്കുന്നില്ല. പിന്നെ ഏച്ചി നോക്കുമ്പോൾ ഏച്ചിയും കുറച്ച് തിരക്കായി പോയി, പണിത്തിരക്ക് അങ്ങനെല്ലാം കൂടി ആയിട്ട്. അല്ല അതല്ല, അത് ഞാനത് പറയുന്നതിനിടക്കായ കൊണ്ടാട്ടോ. അതായത് നമ്മൾ ഇതെല്ലാം നമ്മൾ എൻ്റെ ഒരു ഇതാണ് ഡൗട്ടാണ് വെച്ചാല് നമ്മള് കുട്ടീൻ്റെ പാമ്പേഴ്സ് വേസ്റ്റ് നമ്മളിവിടെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ വേനൽക്കാലമായ കൊണ്ട് അത് ഉണക്കിയിട്ട് നമ്മൾ ദൂരോട്ട് അങ്ങ് കൊണ്ടുപോയി കത്തിക്കലാണ്. അപ്പോൾ ഈ കത്തിക്കാൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടായെന്നൊന്ന് പറഞ്ഞു തരണേ. മഴക്കാലത്തിലാണെങ്കിൽ കത്തിക്കാനും കഴിയില്ല, അത് എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ വേസ്റ്റ് ബോക്സിൽ ഇടുന്ന അവരെന്നാ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പം വീട്ടിലാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യല്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയില്ല, അത് ചിലപ്പോൾ ഉണ്ടായെങ്കോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ കുടുംബത്തിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമല്ലോ അല്ലേ. ഞാനങ്ങനെ അധികം ഡൈപ്പർ യൂസ് ആക്കലും ഇല്ല. രാത്രി മാത്രമേ യൂസ് ആക്കലുള്ളൂ. പകൽ മൊത്തം തുണിയാണ്. രാത്രി പിന്നെ അന്ത്യോളം ഇങ്ങനെ മാറ്റുമ്പോൾ എണീച്ച് കാളിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് രാത്രി ഞാൻ ഡൈപ്പർ യൂസ് ആക്കുക. കൈക്കൊട്ട് പെണ്ണെ കുഞ്ഞു വളയിട്ട് കൈക്കോട്ട് താനാരോ തന്നാരോ തകതന്നാരോ തന്നാരോ. ശിവനെ ഇത് യാത് ജില്ല കവിത കർണാടക സ്റ്റൈലിലുള്ള കുഞ്ഞു പോലെ ഇട്ട പെണ്ണ്. ആ പാട്ടെല്ലാം കവി പഠിച്ചു വെച്ചിന്. പാട്ട് വരാനുണ്ട്, നമ്മൾ അറിയാണ്ട് നമ്മൾ എന്തെല്ലോ പാട്ട് പാടും. കർണാടകത്തിലെ കുട്ടീനെ ഓൺ ടു സ്വാമി അങ്ങനെ വിളിക്കുന്നത്.
ഓണ്ട് സ്വത്തുമാ അല്ല എന്താ വിളിക്കുക സ്വത്തുമാ ഓണ്ട് സ്വത്തുമാ ഏ സ്വാമി. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വലിയൊരു വീഡിയോ ഒന്നല്ല. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ കവി വിശേഷത്തിന് ശേഷം നമ്മൾ ഇടവിട്ടിട്ട് വീഡിയോ ഇട്ടില്ലേ. അപ്പോൾ ഡെയിലി തന്നെ ഇടാനുള്ള പരിപാടി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എല്ലാം ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസം. അപ്പോൾ ഇന്ന് നമുക്ക് ഫുൾ തണുപ്പെല്ലാം പിടിച്ചിട്ടല്ലായിരിക്കും. സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് കഴിയുന്നില്ല, തലക്കടി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ ഒന്ന് കാണിച്ചാണ്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ റെഡിയുള്ള പരിപാടിയുണ്ട്. നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.